പക്ഷെ എനിക്കാളെ മനസ്സിലായില്ല കേട്ടോ. ഇന്ന് കണ്ടപ്പോൾ കുറെ അന്ന് കണ്ടിട്ട് പോയതാ. ഞാൻ ആരാ മനസ്സിലായില്ല, ആരാ അവരല്ലേ തിയേറ്ററിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിന്നെടുത്തോണ്ട് റോഡ് സൈഡിലോട്ട് ഒന്നാമത്തേക്കായിരുന്നേ മീഡിയാസ് സൈഡിലേക്ക് വെക്കണേ. സൈഡിൽ നിൽക്കടാ. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോ? എന്നാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. എന്തും ഗൂഗിളിനോട് ചോദിക്കാം. ഈ പടം നിങ്ങളൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് വിജയിച്ചാൽ സാധ്യതയുണ്ട്. എന്തോ ചന്ദ്രന്റെ നല്ല തണുപ്പായിരുന്നു. ആരും വന്നില്ല, ആരും വന്നില്ല. അതുകൊണ്ടാണ് അനാർക്കലിയുടെ ശബ്ദം ഇഷ്ടപ്പെട്ട നല്ല ശബ്ദമല്ലേ പടത്തില്? ശരിക്കും അങ്ങനെയാണ് സൗണ്ട്. ഓക്കെ, പറഞ്ഞു ഇത് അങ്ങനെയല്ല സൗണ്ട് ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടി പറയണം. കുറെ സന്തോഷമുണ്ട് ഇത്രയും നേരം കാണാൻ പറ്റിയതിൽ. നമ്മുടെ ഗണേശ് സാറിനപ്പോൾ ആദ്യത്തെ തിയേറ്റർ വിസിറ്റാണ്. എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും പറയണം, സിനിമ ഇഷ്ടമായെങ്കിൽ കാണാനായിട്ട് പറയണം. താങ്ക് യു ഫോർ കമ്മിങ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഏലിയൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു പ്രൗഡ് മൂമെന്റ് ആയിരുന്നു. ആ ഒരു പദവി എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഭയങ്കര നന്നായിരുന്നു. അത് ഏലിയൻ ആയതുകൊണ്ട് മാത്രമല്ല, ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത് എൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു. അപ്പം ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് ചെയ്യുന്നതൊക്കെ. പിന്നെന്താ, ഏലിയൻ ഡയലോഗൊന്നും പറയേണ്ട വന്നില്ല, അതുകൊണ്ട് മൊത്തത്തിൽ എളുപ്പമുള്ള ഒരു പരിപാടിയായിരുന്നു. ഡയലോഗ് പറഞ്ഞാൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. ഡയലോഗ് പറയാതെ അഭിനയിക്കാനാണ് ഏറ്റവും പ്രയാസം. ആ തുറന്നതേ ഇല്ല. പക്ഷെ എനിക്കാളെ മനസ്സിലായില്ല കേട്ടോ. ഇന്ന് കണ്ടപ്പോൾ കുറെ അന്ന് കണ്ടിട്ട് പോയതാ. ഞാൻ ആരാ മനസ്സിലായില്ല, ആരാ. കാരണം ഈ വേഷത്തെ ഞാൻ കണ്ടിട്ട് ആ വേഷത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അജുവാണ് ഒരു ഐശ്വര്യം. ഞാൻ പറയും, വീടിന്റെ ഐശ്വര്യം അജുവാണ്. അജുവിന് വരാൻ പറ്റിയില്ല. അജു ചെന്നൈയിലൊരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും പേര് ഒരുമിച്ച് സാറിനെ ഞങ്ങളെല്ലാവരും പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഗണേശ് സാറിനെയാണ്. അപ്പം ഗണേശ് സാറുമായിട്ട് ആദ്യത്തെ ഒരു തിയേറ്റർ വിസിറ്റാണ്. അപ്പം നിങ്ങളെല്ലാം സാറിൻ്റെ പടത്തിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ബിക്കോസ് എല്ലാം കണ്ടിറങ്ങുന്ന സമയത്ത് എല്ലാവരും വിക്ടർ ഫാൻസ് ആകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.
ചെറുതായിട്ട് അമ്മ പറഞ്ഞു ലൈസൻസ് എടുക്കാം. 2 വയസ്സിന് കഴിയുമ്പോൾ അമ്മ പറഞ്ഞു ആരാ കേട്ടോ. ഫിലിം കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു? ഫിലിം കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്? എനിക്ക് പണ്ട് ഒത്തിരി ആൾക്കാർ വിളിച്ചു. നമ്മുടെ സിനിമയിലുള്ള ആൾക്കാരല്ല, വെളിയിലുള്ള ആൾക്കാർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. മെസ്സേജുകളും വരുന്നു. ഇതേപോലെയുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഗണേഷ് ചേട്ടന് ഭയങ്കര ആഗ്രഹമാണ് പ്രേക്ഷകർക്ക്. ഇതേപോലെയുള്ള ഗണേഷ് ചേട്ടൻ ഇതേപോലെയുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ഹ്യൂമർ ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ അത് ചന്തുവിൻ്റെ ഒരു എഴുത്തുകാരൻ്റെ ഒരു ഡയറക്ടറെയും ഒരു സായിയും അവർ രണ്ടും നല്ലൊരു ക്യാരക്ടറെ മോളി എഴുതും. ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കോവിഡ് വന്ന സമയത്ത് അതിനു മുമ്പാണ് ഈ കഥ പറയുന്നത്. ലോക്ക്ഡൗൺ ഒന്നും വന്നില്ല. പക്ഷേ കോവിഡ് സമയത്ത് ഈ അരുൺ ചന്തുവും സായിയും കൂടി കമ്പ്യൂട്ടർ അങ്ങോട്ട് ഇങ്ങോട്ടും ഇൻ്റർനെറ്റ് വഴിയും ഇമെയിൽ വഴിയും പിന്നെ വാട്സാപ്പ് കോൾ വിളിച്ചാണ് ഈ പടത്തിൻ്റെ കഥ ഉണ്ടാക്കിയത്, സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അത് കോവിഡ് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഇവരെ സ്ക്രിപ്റ്റ് റെഡിയായി. സാർ ഗണേഷ് സാർ ഇന്ന് എറണാകുളം KSRTC സ്റ്റാൻഡ് വിസിറ്റ് ചെയ്തെന്ന് അറിഞ്ഞായിരുന്നു. അത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്? നല്ല റെഡിയാവും. സാധനം